പുണർദം, പൂയം, ആയില്യം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചിത്തിര, ചോതി, വിശാഖം, മൂലം, പൂരാടം എന്നിങ്ങനെയുള്ള 11 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജൂൺ 20 വെള്ളിയാഴ്ച അതീവ നിർണായകമായ ഒരു ദിവസമാണ്. ഈ പറഞ്ഞിരിക്കുന്ന 11 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലും ഈ ജൂൺ 20 ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം വളരെ വലിയ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം മനുഷ്യരിലേക്ക് ഗുണകരവും ദോഷകരവുമായ ഫലങ്ങൾ നൽകുമെങ്കിലും ഈ വെള്ളിയാഴ്ച ഈ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഷടാഷ്ടകയോഗം രൂപപ്പെടുവാൻ പോവുകയാണ്. അതിനാൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന 4 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജീവിതത്തിൽ അതിനിർണായകമായ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു ദിനമായിട്ടാണ് ജൂൺ 20 വെള്ളിയാഴ്ച കണക്കാക്കപ്പെടുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഈ 4 രാശിക്കാരും ഈ ഒരു ദിവസം നേരിടുവാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഈ ഷടാഷ്ടക യോഗം എന്ന് പറയുന്നത് രാജയോഗം ലഭിക്കുമ്പോൾ ഒരു മനുഷ്യനിലേക്ക് എന്തൊക്കെ ശുഭകാര്യങ്ങളാണോ ലഭിക്കുന്നത് അതിന് നേരെ വിപരീതമായി മനുഷ്യജീവിതത്തിലേക്ക് നല്ലതല്ലാത്ത പല കാര്യങ്ങളും വന്നു ചേരുന്ന തരത്തിലുള്ള ഒരു സമയമാണ്. അപ്പോൾ ഇത്തരം മാറ്റങ്ങളെ ഒരു കാരണവശാലും തള്ളിക്കളയുവാൻ കഴിയില്ല. കാരണം ഈ സമയത്ത് ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിൽ ആദ്യമായി ജൂൺ 20 ഷടാഷ്ടകയോഗം രൂപം കൊള്ളുമ്പോൾ അതിൻ്റേതായ ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ആദ്യത്തെ രാശിക്കാരായി വരുന്നത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം പൊതുവെ ശുഭഫലങ്ങൾ നൽകുവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ പിറന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മാനസികമായി വളരെയധികം പിരിമുറുക്കങ്ങളും മാനസിക വിഷമതകളും അനുഭവപ്പെടുവാൻ പോകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ വെള്ളിയാഴ്ച. എന്നാൽ എത്രയൊക്കെ പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈശ്വരാധീനം മുറുകെ പിടിച്ചുകൊണ്ട് എന്തു വന്നാലും നേരിടുവാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾ എപ്പോഴും മുറുകെ പിടിക്കുക. അതോടൊപ്പം തന്നെ പുതിയതായി തുടക്കം കുറിക്കുവാനിരിക്കുന്ന ഒരു കാര്യങ്ങളും ഈ ഒരു ദിവസം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ആരോഗ്യകാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ ഷടാഷ്ടകയോഗം രൂപം കൊള്ളുന്നതിനാൽ നിങ്ങൾക്ക് ഉദരസംബന്ധമായ ചില അസ്വസ്ഥതകളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുവാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും രോഗാവസ്ഥകൾ മുൻപ് തന്നെ അനുഭവിച്ചിരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിനുവേണ്ട വൈദ്യപരിഹാരം തേടുകയും എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ തീർച്ചയായും അതിനുവേണ്ട ചികിത്സാ സഹായം തേടുകയും ചെയ്യുക. ഒരു കാരണവശാലും ആരോഗ്യ പ്രശ്നങ്ങൾ നിസ്സാരമായി കാണുവാനേ പാടില്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം വരുവാനിരിക്കുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തടുക്കുവാൻ കഴിയും. ഇതിലെല്ലാം ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ അത്രയധികം നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് ഇത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളോ സ്വരച്ചേർച്ചയില്ലായ്മയോ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പരമാവധി ആത്മസംയമനം പാലിക്കുകയും കുടുംബത്തിലെ പ്രശ്നങ്ങൾ വീണ്ടും വഷളാകാത്ത രീതിയിൽ പെരുമാറുകയും വേണം. ഇത് ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിരിക്കുന്ന
പല പ്രശ്നങ്ങളെയും ഇല്ലാതാക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരു കരുതൽ ഈ ഒരു ദിവസം പ്രത്യേകം ആവശ്യമാണ്. വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കും ഈ ഒരു സമയം വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. ഇനി രണ്ടാമതായി ജൂൺ 20 വെള്ളിയാഴ്ച ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെയധികം ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമായി നിങ്ങൾ ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളും അനുഭവിച്ചു വരുന്നുണ്ട്. എന്നാൽ ഈ ജൂൺ 20 വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്നതിലും വലിയ രീതിയിലുള്ള ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കൂടുതൽ മാനസിക സംഘർഷം ഉളവാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും ജോലിഭാരം വളരെയധികം ഇരട്ടിക്കുന്ന തരത്തിലുള്ള നല്ലതല്ലാത്ത അനുഭവങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഉണ്ടാകുവാനിടയുണ്ട്. മാത്രമല്ല ഈ ജൂൺ 20 വെള്ളിയാഴ്ച മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ദേഷ്യം വളരെയധികം നിയന്ത്രിക്കുവാൻ പ്രത്യേകം ഓർക്കുക. കാരണം നിങ്ങൾക്ക് അമിതമായി ചില സാഹചര്യങ്ങളിൽ ദേഷ്യം വരികയും അത്തരത്തിൽ നിങ്ങൾ പറഞ്ഞു പോകുന്ന ചില വാക്കുകളും ചെയ്തു പോകുന്ന ചില പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ദോഷകരമായി വരുവാനുള്ള സാധ്യതയും ഈ ഒരു ദിവസം വളരെയധികമാണ്. ഇനി അതുപോലെ തന്നെ മകരം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതിയിലും ചില വെല്ലുവിളികൾ ഈ ഒരു ദിവസം ഉണ്ടായേക്കാം. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ പലതരത്തിലുള്ള അപകട സാധ്യതകൾ ഈ ഒരു ദിവസം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ ദിവസം കാര്യങ്ങൾ ചെയ്യുവാൻ. ഇനി മൂന്നാമതായി ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങളിൽ ജൂൺ 20 സൂക്ഷിക്കേണ്ട രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം നിങ്ങൾ വളരെ വലിയ രീതിയിലുള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഒരു ദിവസം നിങ്ങൾ സാമ്പത്തികമായി എന്ത് തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയാലും അതിലെല്ലാം നിങ്ങൾ വളരെയധികം സൂക്ഷ്മത ചെലുത്തണം. കാരണം നിങ്ങൾ വിശ്വസിച്ചവരിൽ നിന്ന് തന്നെ ചില വിശ്വാസവഞ്ചനകളും നിങ്ങൾക്ക് നഷ്ടം വരുത്തി വയ്ക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു ദിവസം ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജീവിതത്തിൽ നെട്ടോട്ടമോടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾ അത്തരത്തിൽ ഒരു സാഹസത്തിന് മുതിരരുത്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ ആരോഗ്യ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സാരമില്ല, പോട്ടെ എന്ന് വെച്ച് വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആരോഗ്യത്തിന് പ്രാധാന്യം നൽകാതെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ആരോഗ്യപരമായുള്ള വിഷമതകൾ നിങ്ങൾക്ക് ഈ ഒരു ദിവസം വന്നു ചേരും. അതുകൊണ്ട് തന്നെ തുലാം രാശിക്കാരായിട്ടുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാ വ്യക്തികളും ഈ ഒരു ദിവസം ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം. മാത്രമല്ല നിങ്ങളുടെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള എന്തെങ്കിലും മാനസിക സംഘർഷങ്ങളും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉടനെ തന്നെ അടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിക്കുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇനി നാലാമതായി ഈ ജൂൺ 20 വെള്ളിയാഴ്ച അതീവ നിർണായകമായ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങളും
ചില അപകടം നിറഞ്ഞ അനുഭവങ്ങളും ജീവിതത്തിൽ ഈ ഒരു ദിവസം ഉണ്ടാകുവാനിടയുണ്ട്. പ്രത്യേകിച്ച് വീട്ടിൽ പ്രായമായവരും മുതിർന്ന ആളുകളുമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവരുടെ ആരോഗ്യത്തിനും വളരെയധികം പ്രാധാന്യം നൽകണം. മാത്രമല്ല, വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ പരമാവധി ദൂരയാത്രകൾ ഒഴിവാക്കുകയും വാഹനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും വേണം. അതോടൊപ്പം തന്നെ ഈ ഷടാഷ്ടക യോഗം രൂപം കൊള്ളുന്ന ഈ ഒരു സമയത്ത് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവുകയും ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ചില പ്രതിസന്ധികൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഈ ഒരു ദിവസം നിങ്ങൾ ഇടപെടുവാൻ പാടില്ല. ഒപ്പം തന്നെ പണം മുടക്കുള്ള ഒരു വിധത്തിലുള്ള നിക്ഷേപങ്ങൾക്കും ഈ ഒരു ദിവസം നിങ്ങൾ മുതിരരുത്. പ്രത്യേകിച്ച് ബിസിനസ് ആവശ്യത്തിനൊക്കെയായി വളരെ വലിയ രീതിയിലുള്ള പണം ചെലവഴിച്ച് നിങ്ങൾ ചെയ്യുവാനിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ദിവസമുണ്ടെങ്കിൽ അത് പരമാവധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതാണ് ഉത്തമം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 4 രാശിക്കാരായിട്ടുള്ള വ്യക്തികളും ജൂൺ 20 വെള്ളിയാഴ്ച ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം ആത്മവിശ്വാസത്തോടെ നേരിടുകയും ഈശ്വരാധീനം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുക. ഒപ്പം തന്നെ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് വഴി പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ദിവസം നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ കഴിയും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.